നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരേ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരേ ദിവസത്തെ വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിക്കില്ല കേട്ടോ. 2 ദിവസത്തേനുള്ള വീഡിയോ ഒന്നിച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ചുരിദാർ സെറ്റ് സാരിയാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, നല്ലൊരു ഫങ്ഷൻ വെയർ സാരിയാണ്. ഇത് കണ്ടോ, നല്ലൊരു ഫങ്ഷൻ വെയർ സാരിയാണ്. ഈ ജാംദാനി സിൽക്കിൻ്റെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ വന്നിട്ട് ഇതാണ് മുന്താണി വരുന്നത്. നമുക്ക് പല ടൈപ്പിലുള്ള ഫങ്ഷൻ വെയർ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പം ഓർഗൻസ പോലത്തെ ഇതൊക്കെ ആയിട്ടുള്ള മറ്റേ സ്റ്റോണും അതും ഇതുമൊക്കെ പിടിപ്പിച്ച് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പട്ട് സാരി, തനി പട്ട് സാരി, ട്രഡീഷണൽ ലുക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മുടെ കാഞ്ചീപുരം സാരി അല്ലെങ്കിൽ ബനാറസി സാരി ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്ന് പറഞ്ഞ പോലെ പല കാറ്റഗറിയിൽ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു കാറ്റഗറി ജാംദാനി സിൽക്ക് ഫങ്ഷൻ വെയർ ആയിട്ടും വരും, അല്ലാതെ ഡെയിലി വെയർ ആയിട്ട്, ഡെയിലി അല്ല, ഒരു നമ്മുടെ സെമി ഫങ്ഷൻ വെയർ ആയിട്ടും വരും. ഇത് ആ ഒരു കൈൻഡ് ഓഫ് സാരിയാണ്. ഇതാണ് അതിൻ്റെ മുന്താണി. കണ്ടോ, ഒരു ജൂട്ടിൻ്റെ ഒരു ഫിനിഷ് തോന്നിക്കുന്ന കൂട്ട്, അല്ലെങ്കിൽ ഒരു ബാവഞ്ചി ബോർഡറൊക്കെ തോന്നിക്കുന്ന കൂട്ട്, ഇങ്ങനെ ഒരു മറ്റേ ഇതിൻ്റെ പേരെന്നെ ടെമ്പിൾ ബോർഡറൊക്കെ കൂടെ തോന്നിക്കുന്ന രീതിക്ക് അത് വീവ് ചെയ്തെടുത്തിരിക്കുന്ന മുന്താണി. ഈ ബോഡിയെ കാണുന്ന, നിങ്ങൾ ഈ കാണുന്ന ഇത് ഫുള്ള് വീവിങ് ആണ്, പ്രിൻ്റ് അല്ല, വീവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കണ്ടോ, ഇത് ഫുള്ള് വീവിങ്, ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന വീവിങ് അല്ല, നല്ല സോഫ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന വീവിങ്. നല്ല സാരിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാനൊക്കെ നല്ലതാണ്. ഇതിപ്പം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളർ എന്ന് പറയുന്നത് പീച്ച, ഈ ഒരു പീച്ച ഷെയ്ഡാണ്. എന്നിട്ട് ആ ഒരു ഡിസൈൻ, ബാക്കി ഒരു ഡൗൺ ആയിട്ട് ഇങ്ങനെ നിഴൽ പോലെ നിൽക്കുന്ന നല്ലൊരു ഡിസൈൻ. നല്ല സാരി കേട്ടോ. സാരിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിലിടുന്ന സാധനങ്ങൾക്കും കൂടെ ഉണ്ട്. സാരിയുടെ ഭംഗി മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് മിനിമം ബ്ലൗസ് തയ്ക്കുന്ന, ബ്ലൗസിൻ്റെ കൈയുടെ ഒരു ഭാഗത്തെ ഒരു പോർഷൻ്റെ ഒരു ഇതുപോലും സാരിയുടെ ഭംഗിയെ ഇത് കാണിക്കും. ആ ഒരു കൈയൊക്കെ നല്ല ചുളുക്കമൊന്നുമില്ല, നല്ല വൃത്തിക്ക് തയ്ച്ചെടുത്ത് അതിന് ചേരുന്ന ഒരു ഓർണമെൻറ്റ്സും കൂടെ ഇട്ടാലേ ആ സാരിയുടെ ഭംഗി പൂർണ്ണമാവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. പിന്നെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിനെ, ഇതാണ് ബ്ലൗസ്. ജാംദാനിയുടെ സെയിം. ഇതിപ്പോൾ ഇങ്ങനെ കനവില്ലായ്മ തോന്നിക്കും, ലൈനിങ് വെച്ച് കഴിയുമ്പോൾ നല്ലതാണ്. പക്ഷേ കൈയുടെ അറ്റത്ത് ഇങ്ങനെ ബോർഡർ ഉണ്ട്. ഇതാണ് ബ്ലൗസ് പ്ലെയിൻ. ബോഡി ഫുള്ള് പ്രിൻ്റ് ആണല്ലോ, അപ്പോൾ ബ്ലൗസ് പ്ലെയിൻ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല, നല്ല സാരിയാണ്. നമുക്ക് ഈ മുമ്പേ കാണിച്ച സാരി ആണെങ്കിൽ പീച്ചല്ലായിരുന്നു എടുത്ത് നിൽക്കുന്ന കളറ്, ഇതിൻ്റെ കളറ് പിങ്കാണ് എടുത്ത് നിൽക്കുന്ന കളറ്. ഈ റേറ്റിന് ഈ സാരി നിങ്ങൾക്ക് എന്തുകൊണ്ടും അഫോർഡബിൾ ആണെന്നല്ല, വർത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത്രയും വീവ് ചെയ്ത ഇതുപോലെ ഒരു ജൂട്ടിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഉള്ള ബോർഡറും കാര്യങ്ങളും ഒക്കെ ഉള്ള അത് ജാംദാനി സിൽക്ക് വരുന്ന ഒരു സാരി എന്ന് പറയുമ്പോൾ ഈ റേറ്റിന് നിങ്ങൾക്ക് നല്ല കേട്ടോ. അതുപോലെ നമുക്ക് കംഫർട്ടബിൾ ആണ് ഉടുക്കാൻ. ഇനി ഞാനിത് നൂർത്ത് കാണിക്കണോ? ഇത് ഇങ്ങനെ തന്നെ മറ്റേത് ശരീരത്തൊന്ന് വെച്ച് കാണിക്കാം, എന്നാലേ ഒരു ഐഡിയ കിട്ടുള്ളൂ ഏത് കളർ ആണ് നല്ലതെന്നുള്ളത്. ഇതിപ്പം മുമ്പേ പീച്ചായിരുന്നു, ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന കളർ പിങ്ക്. പീച്ചും ഉണ്ട് കേട്ടോ അവിടെ. അതിനും അങ്ങനെ തന്നെ അല്ല, അതിനും അങ്ങനെയല്ല, ഇതിന് പിങ്കും ഇടയ്ക്കൊരു പീച്ചും കൂടെ കയറിയിട്ടുണ്ട്. നല്ല സാരിയാണ്. പിന്നെ വിദ്യയുടെ സാരിയല്ലേ, വിദ്യ നല്ലതല്ലെന്നല്ലേ പറയുമോ? അല്ല, ആണെന്നല്ലേ പറയുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടോ? നല്ലതേ ഞാൻ നിങ്ങൾക്ക് തരൂ. അങ്ങനെ റിസ്ക് എടുക്കത്തില്ല ഞാൻ, സത്യം പറയാം. എനിക്ക് പണ്ടേ ഉള്ള ഒരു സാധനം പോലും ഞാൻ കണ്ടിട്ടുണ്ട്. പർച്ചേസിന് പോകും ചില ജെൻസൊക്കെ വന്നിട്ട് പർച്ചേസ് ഒരു കസേരയിലോട്ട് കയറിയിരിക്കുവേ, എന്നിട്ട് സെയിൽസ് ഗേൾസ് കൊണ്ട് ഒരു സാരി ഇങ്ങനെ കാണിക്കും. എന്നപ്പോൾ ഒരു കെട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കും, അത് ഒരു കെട്ട്, അതൊരു ബണ്ടിൽ ഇങ്ങനെ പറയും. പക്ഷേ ലേഡീസ് പർച്ചേസിന് വന്നാൽ ഞാൻ ശരിക്കും പറയാം, ഹോൾസെയിൽ കടയിലത്തെ കാര്യം പറയാം, ഞാനൊക്കെ ഓരോ സാരി എടുത്ത് നോക്കിയിട്ട് തൊട്ട് നോക്കാതെ എനിക്ക് തൊടണം, എനിക്ക് തൊട്ടാലേ സമാധാനമുള്ളൂ. അവരിങ്ങനെ കാണിക്കും, ഇങ്ങനെ പിടിച്ചൊക്കെ കാണിക്കും. ഞാൻ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ പിടിക്കും, എന്നിട്ട് ഞാൻ തൊടും. ഞാൻ വലിയ മിടുക്ക് പറയല്ല, നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതാണ്. ലേഡീസിൻ്റെ ഇത് വരണം. കണ്ടോ, ഗ്രീൻ ഒരു ഷെയ്ഡ്, നല്ലൊരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് വന്നേക്കുന്ന സാരി, നല്ല അടിപൊളിയായിട്ടുള്ള സാരി, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഇനിയുണ്ടല്ലോ അടുത്ത സാരി, ഒരു വേള നോക്കിയാൽ ഇതൊരു ജൂട്ടാണെന്ന് തോന്നും, ഒരു ഇത് നോക്കിയാൽ നമുക്കിത് ടിഷ്യൂ ആണെന്ന് തോന്നും. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ടിഷ്യൂൻ്റെ, അതായത് ബോർഡർ മുന്താണി വരുമ്പോൾ ടിഷ്യൂൻ്റെ നല്ല ഫീലാണ്, ടിഷ്യൂൻ്റെ ആ ഒരു ഫിനിഷിങ്ങും വീവിങ്ങും പോയിരിക്കുന്നത്. ബോഡിയിലോട്ട് വരുമ്പോൾ ഒരു ജൂട്ടിൻ്റെ ഫിനിഷിങ്ങാണ് പോയിരിക്കുന്നത്. ആ ജൂട്ടിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ സാരിക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഭയങ്കര കളറെടുപ്പെന്നുള്ളതല്ല ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്, ആ കളർ തന്നെയാണ് എൻ്റെ ഹൈലൈറ്റ്. ഒരു മങ്ങിയ ഒരു ഡൗൺ കളർ വന്നിട്ട് അതിൻ്റെ കൂടെ ഡാർക്ക് ഷെയ്ഡ്സ് അവിടെ ഇവിടെ ഇങ്ങനെ വീവിങ് പോലെ നൂലിങ്ങനെ വലിച്ച്
വലിച്ച് ചെയ്തിരിക്കുക. പിന്നെ ജൂട്ടിൻ്റെ സാരി ഉടുത്ത പോലെ തന്നെ ആ ഒരു വീവിങ് പോയിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ജൂട്ട് ടിഷ്യൂ മിക്സ് ആയിട്ടുള്ള ഒരു വീവിങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഈ ബ്ലൗസ് വന്നിട്ട് നമുക്ക് നോക്കാം. നോക്കിയാലോ ബ്ലൗസ് വേണ്ടേ. ഇതാണ് ബ്ലൗസിൽ ആ ടിഷ്യൂവിൻ്റെ ആ ഒരു ഇത് കേട്ടോ, ലൈൻസ് പോലെ ഫുള്ള് പോയിരിക്കുക, ബോഡി ഫുള്ള്. അപ്പം ആ ഒരു കറക്റ്റ് അയ്യോ കൈ താങ്ങി, കറക്റ്റ് ഒരു ഫങ്ഷൻ്റെ ഒരു ടച്ച് കിട്ടും. ഇതിൻ്റെ നല്ല വശം എന്ന് പറയുന്നത് ഇതാട്ടോ, കണ്ടോ ഇങ്ങനെ ആ ബോഡിയിൽ ഈ ഒരു ഗോൾഡൻ ഇത് പോയിട്ടില്ല, മുന്താണിയെ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം ബ്ലൗസ് വരുമ്പോൾ നല്ല രസമാണ്. ഞാനൊന്ന് ഷാഡി എടുത്ത് വെച്ച് കാണിക്കാം. ഇതാണ് കളറ്, ജൂട്ടിൻ്റെ കളറ് തന്നെ. ജൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ചാക്ക്, ആ ഒരു കളറ് തന്നെ. നല്ലൊരു കളറാട്ടോ, അതിൻ്റെ കൂടെ ഡാർക്കും കൂടെ പോയേക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗി. ഇനി അതിൻ്റെ തന്നെ മറ്റൊരു കളർ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ റേറ്റ് 1160 രൂപയ്ക്കൊക്കെ ഇത്രയും നല്ല സാരി. എൻ്റെ സാരി ആയതുകൊണ്ടൊന്നും ഞാൻ പറയുന്നതല്ല, ഞാൻ എൻ്റെ വില കണ്ടിട്ട് പോലുമല്ല ഞാൻ ഇതിനെപ്പറ്റി ഇത്രയും പറയുന്നത്. പക്ഷേ നമുക്ക് കാണാപ്പാടം പഠിച്ച് വെച്ചേക്കുമല്ലോ എല്ലാത്തിൻ്റെയും വില. ഇതുണ്ടോ ഗ്രേ ഷെയ്ഡ്, ഇതാണ് എൻ്റെ മുന്താണി വരുന്നത്. നിങ്ങൾ ഓർത്ത് നോക്ക്. ഇത് പിന്നെ സീത്രൂ ആണോ എന്നുള്ള ഡൗട്ട്സ് വരുവാണെങ്കിൽ, സീത്രൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനം കുറവാണ്, ജൂട്ടിൻ്റെ ആ ഒരു ടിഷ്യൂൻ്റെ ഒക്കെ ഇത് വരും. പക്ഷെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുത്ത് കഴിയുമ്പോൾ ഇതുണ്ടോ സീത്രൂ ആയിട്ട് പോകത്തില്ല. എന്നാൽ പിന്നെ ഡാർക്ക് ഷെയ്ഡും കൂടെയല്ലേ ഒന്നത്. രണ്ടാമത് 1 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കുന്നവർക്ക് അത് പ്രശ്നമുണ്ടെന്ന്. 1 പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്ന മോഡലല്ല ഇത്, പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ബ്ലൗസും എല്ലാം കൂടെ ആ ഒരു ഗെറ്റപ്പിൽ തയ്ച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. റേറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ റേറ്റിന് ഈ സാരി നല്ലതാണ്. ഇതാ ഒരു റീസ്റ്റോക്ക് സാരിയാണ്. എല്ലാവർക്കും ഇത് ഓർമ്മ കാണും. ഈ സാരി ഞാൻ ഉടുത്തൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ എടുത്ത സാരിയാണ്. അതിൻ്റെ റീസ്റ്റോക്ക് വന്നപ്പോൾ ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ. ഇതിനന്ന് ആ ഒരു സമയത്ത് സാരി വന്നപ്പം തന്നെ കിട്ടുമോ എന്ന് ചോദിക്കാത്ത ജനമില്ലെന്ന് ഞാൻ പറയുള്ളൂ. അതുപോലെ ആൾക്കാരായിരുന്നു. ജൂട്ടാണ് മെറ്റീരിയൽ, ജൂട്ടിൻ്റെ ഒരു നല്ലൊരു സ്റ്റഫുമായിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോർഡറാണ്, ഈ ഒരു ബനാറസി ബോർഡർ, പിന്നെ ആൻറ്റിക് സെറി ബോർഡർ. അതാണ് ഏറ്റവും അതിൻ്റെ നല്ലൊരു ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ 2 ഷെയ്ഡിലാണ് വന്നത്. ഒന്ന് ഒരു മസ്റ്റാർഡ് യെല്ലോ എടുത്ത് നിൽക്കുന്ന ഷെയ്ഡിൽ, ഇതിപ്പോൾ ഗ്രീനാണ് ഗ്രീനും യെല്ലോയും ഗ്രീനാന്ന് പറയാൻ പറ്റത്തില്ല, യെല്ലോ ആണെന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ഷെയ്ഡിൽ. നിങ്ങൾക്ക് പലർക്കും ഡെയിലി വീഡിയോ കാണുന്നവർക്ക് ഈ സാരി നല്ലതായിട്ട് ഓർമ്മയാണ്. ഞാൻ പറ്റുമെങ്കിൽ ആ സാരി ഉടുത്തതിൻ്റെ ഒന്ന് ശകലം ഒന്ന് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഉടുത്ത് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കാർക്കെല്ലാം കേട്ടോ. ഇത് വരും മുന്താണി, ഉണ്ടോ നരസം നോക്ക്, തിരിഞ്ഞാണ് കാണിക്കുന്നത്. ഇതാ നല്ല വശം, കണ്ടോ അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ. ഇതിൻ്റെ ബ്ലൗസും കൂടെ തയ്ച്ച്, ഇതാ ബ്ലൗസ്. ബ്ലൗസിന് കൈക്ക് ആ ഭാഗത്ത് വീതി കൂടുതലുണ്ട്, ഈ ഭാഗത്ത് വീതി കുറവാണ്. ഇതിൽ രണ്ടിലേത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. ബ്ലൗസും കൂടെ കൂട്ടി നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങോടെ ബ്ലൗസും കൂടെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ സാറേ ഒന്നും പറയണ്ട, നല്ല. ഇതിപ്പോൾ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അന്ന് കിട്ടാതെ പോയവർ ഇന്ന് വാങ്ങിച്ചോളൂ. ഈ സാരിക്ക് പറയുന്ന പേര് ജുംക്കി സാരി എന്ന് പറയും. ഇതിന് 2 ഷെയ്ഡിലാണ് വരുന്നത്. ഇത് ഒരു പേസ്റ്റൽ കളറുകളൊക്കെ ഇഷ്ടപ്പെടുന്ന, അങ്ങനത്തെ സാരികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ്. ഇത് കണ്ടോ, ഇതിന് 2 ഷെയ്ഡാണ്, ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഇവിടേക്ക് വന്നിട്ട് ഇതിൻ്റെ ഡാർക്ക് ഏറ്റവും താഴേക്ക് വന്നിട്ട് നേർത്ത് ഇവിടേക്ക് വരിക. ഫുള്ള് നല്ല പണി എടുത്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി, അതിൻ്റെ കൂടെ ഒരു എന്താ പറയുന്ന ഒരു സീക്വൻസ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. താഴത്തെ ബോർഡർ, മുകളിലത്തെ ബോർഡർ. ഇത് മുന്താണി വന്നിട്ട് ദേണ്ട ഇങ്ങനെ. ഇനി ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ബോഡി. ഇതിൻ്റെ സ്റ്റഫ് വരുന്നുണ്ടല്ലോ, നമ്മുടെ ക്രേപ്പും ടിഷ്യൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടിഷ്യൂവിൻ്റെ ഒരു ചെറിയ ഗ്ലോ ഇട്ടേ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ ക്രേപ്പിൻ്റെ തുണി കിടക്കുന്ന പോലെയാണ് ഇത് ബോഡിയിലോട്ട് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ്. അപ്പം നിങ്ങൾ കാണുമ്പോൾ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഇതുമായിട്ട് ഒരു മെറ്റീരിയൽ തമ്മിൽ സാമ്യതയില്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇത് 1 സൈഡായിട്ടൊക്കെ ഇടാനായിട്ടൊക്കെ നല്ല സാരിയാണ്. ബ്ലൗസ് കണ്ടോ, ഇങ്ങനെ ബ്ലൗസിൻ്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുക. ബാക്ക് സൈഡിലെ പോർഷൻ ഇങ്ങനെ വരും. ഈ ഒരു സിൽക്കി സ്റ്റഫാണ് വരുന്നത്. കയ്യിലാണെങ്കിൽ
ദേ ഇങ്ങനെ വരും. അത് കയ്യിൽ നല്ലതായിട്ട് തയ്ച്ചിട്ട് വൺ സൈഡായിട്ട് ഈ സാരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് അങ്ങനെ ചേർന്ന് വൺ സൈഡായിട്ട് ഇടണമെങ്കിൽ ഇടാം, അല്ലാതെ വേണമെങ്കിലും ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഈ സാരിക്ക് നല്ല ഡിമാൻഡ്, ഭയങ്കരമായിട്ട് ഡിമാൻഡുള്ള ഒരു സാരിയാണ് ജുംക്കി സാരി എന്ന് പറയുന്നത്. കണ്ടോ? ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വേറെ ഒരു മാച്ചം ഇല്ലാത്ത ഡ്രസ്സും ഇട്ട് ഇരുന്നുകൊണ്ട് ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി അത്ര ഒപ്പിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പേസ്റ്റൽ കളറിൽ വരുന്ന ഒരു നിങ്ങൾക്ക് വേറൊരു ഗെറ്റപ്പിൽ പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാരി ഇതൊന്ന്. ഇത് കട്ട് വർക്ക് സാരി പ്രേമികൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ഒരു സാരിയാണ്. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഒരു മൊഡാളിൻ്റെ സ്റ്റഫാണ് ഇതിന് വന്നിരിക്കുന്നത്. ബോഡിക്ക് സ്റ്റഫ് വന്നിരിക്കുന്ന മൊഡാളാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി എന്ന് പറയുന്നത്. കണ്ടോ? ഇത് നിറച്ചും കട്ട് വർക്ക് ഈ ഒരു ലേസ് മറ്റേ എന്നാ പറയുന്നത്, നെറ്റിൽ കട്ട് വർക്കും കൂടെ ചെയ്തിട്ട് ഇങ്ങനെ, ഇതാണ് മുന്താണി. നല്ല ശരീരത്തോട് ചേർന്ന് കിടക്കും, അടിപൊളി. ഇതിൻ്റെയൊക്കെ ആ ഒരു സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വ്യത്യാസമല്ലേ, അതനുസരിച്ചിരിക്കും. ബോഡി മൊഡാള് ആണ് ഇത് വന്നിട്ട്. കണ്ടോ? ഇങ്ങനെ വരും. കട്ട് വർക്ക് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുക. അയറ്റ വെച്ച് ചെയ്തിരിക്കുകയല്ല, അല്ലാതെ ചെയ്ത് വെച്ചിരിക്കുക. നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് പിന്നെ നല്ല ഒട്ടിക്കെട്ടൊക്കെ, നല്ല ബോഡി ഷേപ്പൊക്കെ ഉള്ള ഒരു ആൾക്കാർക്ക് ഇട്ടാലും വണ്ണം കൂടിയവർക്കൊക്കെ ഇട്ടാലും നല്ല ഒതുങ്ങിയിരിക്കും. നമ്മൾ നല്ല ഇട്ട്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ തന്നെയാണ് കേട്ടോ. ബ്ലൗസിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ. സെയിം പ്ലെയിനാ. ഇനി അത് വെച്ച് തയ്ക്കണേ നിങ്ങൾക്ക് തയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഏറ്റവും കുത്തുന്ന ഭാഗത്ത് നിന്ന് ഇച്ചിരി കട്ട് ചെയ്തിട്ട് അത് കയ്യിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ബ്ലൗസ് ഇതിന് വന്നിരിക്കുന്ന സെയിം മെറ്റീരിയലിൻ്റെ സെയിം ബ്ലൗസ് തന്നെയാണ്, പ്ലെയിൻ ബ്ലൗസ്. ഇതും മൊഡാളിൻ്റെ ഒരു സ്റ്റഫിൽ വന്നിരിക്കുന്നതാണ്. മൊഡാളിൻ്റെ സ്റ്റഫിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന സാരി. ബോഡിയിൽ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. റാണി പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഈ എംബ്രോയ്ഡറി വർക്ക് വരുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും തന്നെ കാണിക്കുന്ന, ഈ പ്രാവശ്യവും കൂടെ കാണിച്ചേക്കാം. ഇതാണ് ബോഡി കേട്ടോ. മൊഡാൾ സാരിയിൽ ഇങ്ങനെ വന്നേക്കുന്നത്. ഇത് കട്ട് വർക്കല്ല, എംബ്രോയ്ഡറി വർക്കാണ്. പക്ഷെ ഒരു കട്ട് വർക്ക് ഫിനിഷിങ് സ്കാലപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് കട്ട് വർക്ക് ഫിനിഷിങ് തോന്നിക്കും. നല്ല സാരി, നല്ല ബോഡിയൊക്കെ ഒട്ടിക്കിടക്കുന്നു, ഉടുക്കാനൊക്കെ നല്ല ഇതാണ്. പിന്നെ 2980 മൊഡാളല്ലേ, അതുകൊണ്ടാണ്. ബ്ലൗസ് ഒന്ന് നോക്കിക്കോട്ടെ. ഇതുണ്ടോ? ഇതാണ് ഞാൻ പറയാൻ വന്നത്. എംബ്രോയ്ഡറി വർക്ക്, കട്ട് വർക്ക്, അങ്ങനത്തെ ഒക്കെ ഏറ്റവും എൻഡിൽ ഇങ്ങനെ ഒരു കട്ടിങ് ആയിരിക്കും. ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അയ്യോ ഇത് കീറിയിരിക്കുക, ഇതങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതങ്ങനെയാണ്, അതിൻ്റെ എൻഡ് തീർക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ബ്ലൗസ്. ബ്ലൗസ് പ്ലെയിൻ ആണ്, പക്ഷെ കയ്യെ വെക്കാൻ ബോർഡർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടോ, ഞാൻ കാണിച്ച ഭാഗം മാറിപ്പോയേ. ഇത് നമ്മുടെ ഏറ്റവും ഉള്ളിൽ നമ്മൾ കുത്തുന്ന തുടക്കം വരുന്ന ഭാഗമാണ് ഇത്. അവിടെ ഇങ്ങനെ വരുന്നത് കീറലോ ഡാമേജോ ഒന്നുമല്ല, അത് എംബ്രോയ്ഡറിയുടെ എൻഡാണ്. ഇനി ബ്ലൗസ് കാണിച്ചു തരാം. ബ്ലൗസിൻ്റെ അവിടെ ഇങ്ങനെ ഒരു എൻഡ് ഉണ്ട്. ഇതാണ് ബ്ലൗസിൻ്റെ പോർഷൻ. കൈയുടെ അറ്റത്ത് ഈ ഒരു ബോർഡർ റാണി പിങ്ക് ആണ്, നല്ല ഡാർക്ക് റാണി പിങ്ക് ആണ് ഷെയ്ഡ്. മെറ്റീരിയൽ മൊഡാള്. ഇനി അതിൻ്റെ മെറൂൺ കളർ, സെയിം സാരി, കളർ മാത്രം ചേഞ്ച്. മെറൂൺ കളർ കണ്ടോ? അല്ലല്ലേ? കളർ ഏതാ ഇഷ്ടമുള്ള എടുത്തു. 2 കളറും നല്ല കളറാണ്. 2 കളറും ഫംഗ്ഷൻ്റെ കളർ. റാണി പിങ്ക് ആണെങ്കിലും അതെ, മെറൂൺ ആണെങ്കിലും അതെ. സാരി എല്ലാം സെയിം, അതുകൊണ്ടാണ് ഇതിന് ഒത്തിരി കാണിക്കണ്ടല്ലോ. ഇനി ഇത് മഡ്ക ടസറി വന്നിരിക്കുന്ന വേറൊരു മെറ്റീരിയൽ, ഇന്നലെ കാണിച്ചില്ലേ, അതിൻ്റെ വേറെ ഒരു സ്റ്റഫ്. ബോഡി ഫുള്ള് ഈ ഒരു കോൺട്രാസ്റ്റ് ഡിസൈൻ വന്നിട്ട് വൈറ്റ് കളറുള്ളൊരു ഡിസൈൻ വന്നിരിക്കുക. കണ്ടോ? ഇങ്ങനെ ബ്ലൗസ് പ്ലെയിന്. ഇതാണ് പ്ലെയിന്, അറ്റത്ത് സ്കാലപ്പ് ചെയ്ത ബ്ലൗസ്. മെറ്റീരിയൽ മഡ്ക ടസർ. ഇങ്ങനത്തെ ഒരു ചന്ദന കളർ, സാൻഡൽ കളർ. ഈ കട്ട് വർക്ക് സാരീസിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കട്ട് വർക്ക് സാരി എല്ലാവർക്കും ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു സാധനമാണ്. മുഴുവൻ പേസ്റ്റൽ ചാർട്ടയിലാണ് വന്നിരിക്കുന്നത്.
ഇതിൻ്റെ മെറ്റീരിയലിലെ മട്കായുടെ തന്നെ ഇച്ചിരി കൂടെ കനം കുറഞ്ഞ മെറ്റീരിയൽ, മട്ക ടസറിൻ്റെ തന്നെ കനം കുറഞ്ഞ മെറ്റീരിയൽ കേട്ടോ. ഇതിന് സെമി ടസറെന്നും മട്ക ടസറെന്നും പറഞ്ഞ് രണ്ടും പറയും മാനുഫാക്ചേഴ്സ്. ഇത് മറ്റേതിനേക്കാൾ ചില മട്ക ടസർ ഇച്ചിരി കനത്തിലാണ് വരുന്നത്. കനത്തിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് ചാക്ക് പോലെയല്ല, പക്ഷെ ഇത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇച്ചിരി സോഫ്റ്റാണ്. ഇതുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്. ഇതാണ് പേസ്റ്റൽ കളറാണ്. ഇതാണ് അതിൻ്റെ മുന്താണി. അത് ബോഡി ഇതേണ്ട ഇങ്ങനെ. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് കയ്യിലറ്റത്ത് ബോർഡർ അല്ലേ. ബ്ലൗസ് ഇത് പ്ലെയിൻ കേട്ടോ. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാവേ. ഇതിൻ്റെ കളർ എന്നാന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ബേബി പിങ്കിൻ്റെ ഒക്കെ നേർത്ത് വരുന്ന അല്ലെങ്കിൽ പീച്ചിൻ്റെ ഒക്കെ നേർത്ത് വരുന്ന ഒരു കളർ. അപ്പോൾ ഇതും എന്നാ ചോദിക്കും, ഇതും പീച്ചാ കണ്ടോ. അടുത്ത കളറ് ലാവണ്ടർ. നല്ല കളേഴ്സാണ്. ഡയറക്റ്റ് വരുന്നവർക്കൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന സാരിയാണ്. ഒരിക്കലും പകിട്ടോ ഡിമാൻഡോ ഒന്നും വാങ്ങുകയല്ല ഈ സാരിക്കൊന്നും. ഒരിക്കലും ആൾക്കാർക്ക് വേണ്ടായിക എന്ന് പറഞ്ഞൊരു സാധനം വരത്തേയില്ല. കാരണം ഒരു നല്ലൊരു ലുക്കാണ്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഏത് ഫംഗ്ഷനും ഇടാൻ പറ്റുന്നൊരു സാരി. ഇതുണ്ടോ, അതാണ് ബോഡി കേട്ടോ. ബോഡിയെ നിറച്ച ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ കറക്റ്റ് കളർ മുമ്പേ കാണിച്ചപ്പോൾ ഇച്ചിരി കൂടി ലൈറ്റ് ആയിട്ടാണ് തോന്നിയത്. ഇത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ്. ഇനി ഇത് തനി ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. നല്ല കളറെടുപ്പ് തോന്നുന്ന കളർ, റോസ് കളർ എന്ന് പറയല്ലേ അത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ചുരിദാർ സെറ്റ് കാണിക്കാനിരുന്ന വീഡിയോയ്ക്കകത്ത് ഒത്തിരി ആയിപ്പോയി എന്നുള്ള ഒരു ഇതുകൊണ്ട് ചുരിദാർ സെറ്റ് അടുത്ത ദിവസം വെച്ച് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.